ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാലോം നൈറ്റ് വിജിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ശാലോം ടീമിനോടൊപ്പം ശാലോം ടെലിവിഷനോട് ചേർന്ന് ശാലോമിൻ്റെ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരെയും ഈശോ അനന്തമായി സ്നേഹിക്കുകയും ദൈവാനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നൈറ്റ് വിജിൽ ഒരു ബ്ലെസ്സിങ് നൈറ്റായി കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഒരനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി ഈ ദിവസത്തെ കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഏറെ പ്രതീക്ഷയോടെയും ഏറെ ആഗ്രഹത്തോടെയും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഈ ആലയത്തിൽ വെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ തന്നെ മറന്ന് നമുക്ക് ഈ ആരാധന ഒരു അനുഭവമാക്കി മാറ്റാം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരുപാട് അരക്ഷിതാവസ്ഥയിലൂടെയാണ് ഇന്ന് ലോകവും ഒരുപക്ഷെ നമ്മളും കടന്നു പോകുക. ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഒരു നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പല കാര്യങ്ങളെയും ഓർത്ത് ഭയപ്പെട്ടും ആവലാതിപ്പെട്ടുമൊക്കെ ആയിരിക്കാം നമ്മൾ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുക. എന്നാൽ ജെറമിയ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്: ഇനിമേൽ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ജീവന്റെ വചനം എന്ന് പറയാം. ഇനിമേൽ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഈ വചനം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ്, ഇനിമേൽ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കൂട്ടം വിട്ട ആടിനെ പോലെ അലഞ്ഞ് ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നമ്മളെങ്കിലും ഈ ആലയത്തിലേക്ക് തൻ്റെ മക്കളെ, ആടുകളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്ന് ദൈവമായ കർത്താവ് ഭയപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട എന്ന് പറയുന്നതിനൊപ്പം മനോഹരമായൊരു വാഗ്ദാനം ജെറമിയ പ്രവചനം 23-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്: ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. വചനപ്രകാരമാണ് പറയുന്നത്, ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ നാം സുരക്ഷിതരായിരിക്കും. യൂദ രക്ഷിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടം തെറ്റിയ ആടിനെ പോലെ, നമുക്കറിയാം കൂട്ടം തെറ്റിയ ആട് അസ്വസ്ഥമായിരിക്കും. അതിൻ്റെ കൂട്ടുകാരെല്ലാം അത് ഏകാന്തത അനുഭവിക്കും, അത് അസ്വസ്ഥപ്പെടും, സുരക്ഷിതത്വമില്ല. ഇങ്ങനെയുള്ള മാനസികം ആയ അവസ്ഥകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നുവെങ്കിൽ, ഇതാ ദാവീദിന്റെ വംശത്തിൽ ഒരു ശാഖ മുളച്ചിരിക്കുന്നു. ആ പ്രവചനം പൂർത്തിയായി. അവൻ സ്വസ്ഥമായി നമ്മളെ ഭരിക്കും. യേശു കർത്താവ് നമ്മളെ ഭരിക്കും. യേശുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ അവൻ നീതിയും ന്യായവും നമുക്ക് നൽകും. ഭയപ്പെടുകയോ ആവലാതിപ്പെടുകയോ വേവലാതിപ്പെടുകയോ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയോ വേണ്ട. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പരിശുദ്ധൻ നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നൈറ്റ് വിജിലിന്റെ ആമുഖമായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: മക്കളെ, നിങ്ങൾക്കൊരു രാജാവുണ്ട്, യേശു ക്രിസ്തു. അവന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു പ്രശ്നമില്ല. അവന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഈ സമയങ്ങളിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം.
ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഒരുപക്ഷെ അരക്ഷിതമായ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മളെ സുരക്ഷിതമായ നഗരങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ ലോകരക്ഷകനായ യേശു ഇതാ നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് സാധിക്കുമെങ്കിൽ ഉയർത്തിപ്പിടിക്കുക. അവന്റെ രാജ്യത്തിന്റെ കീഴിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കുക. എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളുടെയും ഭയപ്പാടിന്റെയും വേവലാതികളുടെയും അരക്ഷിതാവസ്ഥയുടെയും സുരക്ഷിതമില്ലായ്മയുടെയും കൂട്ടം തെറ്റിയ ആടിന്റെ വെപ്രാളം അനുഭവിക്കുന്ന അവസ്ഥകളെയും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുടുംബത്തിന്റെ ഭാരങ്ങളെ സമർപ്പിക്കാം. രാജാവായ യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഭരണത്തിനായി ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ഇരിക്കുകയാണ്. അവന്റെ ഭരണത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന പ്രതീകമായി ഹൃദയം ഉയർത്തി കരങ്ങൾ തുറന്ന് നമുക്ക് ദൈവത്തെ വിളിക്കാം. യേശുവെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ ഞങ്ങളെ സ്തുതിക്കുന്നു. രാജാവായ ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന അരക്ഷിതാവസ്ഥയിലായിരിക്കുന്ന ദൈവമക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ മക്കളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും രാജാവായി വാഴണമേ. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതിക്കാമോ? ആ യേശുവിനെ സ്തുതിക്കാം. ആ യേശുവിനെ നമുക്ക് വിളിക്കാം. ആ യേശുവിന്റെ ആ സ്നേഹവായ്പാട് നമ്മൾ അനുഭവിക്കാം. യേശുവിനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല. യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാണ്. ഈ ആരാധനയിൽ നിന്നും നമ്മുടെ മനസ്സുകളെയും ആത്മാവിനെയും ശരീരത്തെയും സാഹചര്യങ്ങളെയും എല്ലാം പുറകോട്ട് വലിക്കുന്ന എല്ലാ തരത്തിലുള്ള ശാരീരിക ക്ഷീണങ്ങളും തിന്മയുടെ അരൂപികളും എതിർ അരൂപികള് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി മാറട്ടെ. ഈ സമൂഹം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭരണം ഇവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ. സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തൊട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ച് മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞ് രാജാവായ ക്രിസ്തു നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ മ്യൂസിക്കൽ വർഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വർഷിപ്പിൽ നമ്മളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ലിജോയും സഹോദരിമാരുമാണ്. നമുക്ക് അവരോട് ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഹൃദയം തുറന്ന് നമുക്ക് ഓരോ ഗാനങ്ങളും പാടുമ്പോഴും നമ്മൾ ഇരട്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണല്ലോ പറയപ്പെടുക, ഇരട്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഗാന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് സ്വയം മറന്ന് നമ്മൾ ദൈവത്തിന് മഹത്വം നൽകി ഈ ആരാധനയിൽ നമുക്ക് കൂടുതൽ ഉത്സുകരാകാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വരികളൊന്ന് പാടാം. സങ്കീർത്തനം പാടി ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും, ആത്മീയ രാഗങ്ങളാൽ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. പാടാൻ ശ്രമിക്കാമോ? സങ്കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കും, ആത്മീയ രാഗങ്ങളാൽ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. എല്ലാവരും ചേർന്ന് പാടാമോ? സങ്കീർത്തനം പാടി ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും, ആത്മീയ രാഗങ്ങളാൽ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. അടുത്ത വരികൾ ഇങ്ങനെയാണ്. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വചനഭാഗമുണ്ട് എഫേസ്യസ് 5:19 ഇങ്ങനെ പറയുന്നുണ്ട്: സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഇനിയുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം. ഗാനലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ഇവിടെ നിന്ന് പാടുന്ന ഞങ്ങളും
ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ് എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? പൂർണ്ണ ഹൃദയം. പൂർണ്ണ ഹൃദയത്തോടെ ഗാനങ്ങൾ ആലപിച്ച് അവിടുത്തെ മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വീണ്ടും കാണിക്കുകയാണ്, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ടിവിയുടെ ഫ്രണ്ടിൽ ആ സെറ്റിൽ ഇരുന്നുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഈ അച്ചാച്ചനോടും കർത്താവ് പറയാണ്, എല്ലാത്തിനെയും പ്രതി ദൈവത്തെ സ്തുതിക്കുവിൻ. സംശയിക്കേണ്ട, അച്ചാച്ചനോട് തന്നെ. അടുക്കളയിൽ തിരക്കിട്ട് നൈറ്റ് യൂസിൽ കൂടാൻ വേണ്ടി ഈ പണിയൊന്ന് തീർത്തിട്ട് വേണം ഇതൊന്ന് കൂടാൻ എന്ന് ചിന്തിക്കുന്ന ആൻറ്റിയോടും കർത്താവ് പറയുന്നു, അതിനെ പ്രതിയും ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. പാടാമോ? സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാറ്റിനെയും പ്രതി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അല്പം കൂടി ഒരു പൂർണ്ണ ഹൃദയത്തോടെ, അല്ലേ, അല്പം കൂടി ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ കരഘോഷത്തോടൊക്കെ പാടി പ്രാർത്ഥിക്കാം. സ്തുതിയും സ്തോത്രവും ആരാധനയെല്ലാം അവിടുത്തെ കരയേറ്റുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവം. എങ്ങനെ? സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 എല്ലാവരും ചേർന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? സ്തുതിയും സ്തോത്രവും ആരാധനയും പൂർണ്ണ ഹൃദയത്തോടെ, എപ്പോഴും എൻ്റെ പൂർണ്ണ മനസ്സോടെ എല്ലാം ഏൽപ്പിച്ച് സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഓ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. രോഗങ്ങളിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. പറ്റുമോ? രോഗങ്ങളിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. ദുഃഖങ്ങളിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. ദുഃഖങ്ങളിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. കരഘോഷത്തോടെ സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദനയിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. എങ്ങനെ? വേദനയിൽ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. കണ്ണുനീരോടെ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. കണ്ണുനീരോടെ ഞാൻ നിന്റെ കർത്താവിനെ സ്തുതിക്കും. സ്തുതിയും സ്തോത്രവും, സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഓ ഹല്ലേലൂയ, 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 സ്തുതിയും സ്തോത്രവും, സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവം. ഒരിക്കൽ കൂടി സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച്
കരങ്ങൾ താളത്തിൽ അടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മെ എന്തെല്ലാം അലട്ടുന്നുണ്ടോ അതെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വസിക്കണം. ഇപ്പോൾ ഞാൻ പാടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദുഃഖത്തിൻ്റെ മേൽ, എൻ്റെ നൊമ്പരത്തിൻ്റെ മേൽ, എൻ്റെ ഏത് പ്രശ്നത്തിൻ്റെ മേൽ ഞാൻ ആകുലപ്പെടുന്നുവോ അതിൻ്റെ മേൽ എൻ്റെ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ബോധ്യത്തോടെ ഇരു കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു. എൻ്റെ എല്ലാ വേദനകളെ പ്രതി, എൻ്റെ എല്ലാ നൊമ്പരങ്ങളെ പ്രതി ഞാൻ അങ്ങേ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എപ്പോഴും കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ദൈവത്തിൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ യേശുവേ. വേദനയോടെ ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. ആഗ്രഹത്തോടെ വേദനയോടെ ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. കണ്ണുനീരോടെ ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. കണ്ണുനീരോടെ ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടുന്ന സ്തുതിയും സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും, സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയടിക്കാം. വിശ്വാസത്തോടെ ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. വിശ്വാസത്തോടെ ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. പ്രത്യാശയോടെ ഞാൻ ഇന്നെൻ്റെ കർത്താവിനെ സ്തുതിക്കും. പ്രത്യാശയോടെ ഞാൻ ഇന്നെന്റെ കർത്താവിനെ സ്തുതിക്കും. കരങ്ങളിൽ സ്തുതി സ്തോത്രവും, സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും നിനക്കെന്നും എപ്പോഴും എൻ്റെ നല്ല ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ ശരീരവും മനസ്സും ബലപ്പെടട്ടെ. മഹത്വത്തോടെ വരണമേ, മഹത്വത്തോടെ ആലയത്തിലേക്ക് വരണമേ. എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തളർച്ചകളും മാറിപ്പോകട്ടെ, എല്ലാ ശൂന്യതകളും മാറിപ്പോകട്ടെ, എല്ലാ മരവിപ്പുകളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് വേദനയിലും ദുഃഖത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. എൻ്റെ നൊമ്പരങ്ങളിലും എൻ്റെ ഭാരങ്ങളിലും എൻ്റെ തളർച്ചകളിലും എന്നെ അങ്ങ് മാത്രമാണ് സഹായിക്കാനുള്ളൂ. മറ്റു വ്യക്തികളെ ഞാൻ നോക്കിയാൽ പലപ്പോഴും ഞാൻ തളർന്നു പോയിട്ടേ ഉള്ളൂ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, അങ്ങനെ നയിക്കണമേ, അങ്ങനെ സഹായിക്കണമേ. അങ്ങ് ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ശക്തി നിറയ്ക്കണമേ. പാടാമോ? പരിശുദ്ധാത്മാവേ, 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 ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 സ്നേഹം പകരണമേ. പരിശുദ്ധാത്മാവേ, 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 സ്നേഹം പകരണമേ. പരിശുദ്ധാത്മാവേ, 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 ക്ഷമ നീ നൽകണമേ. പരിശുദ്ധാത്മാവേ, 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 ക്ഷമ നീ നൽകണമേ. കരങ്ങളൊന്ന് താളത്തിലടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, 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 കൃപ നീ നൽകണമേ.
പരിശുദ്ധാത്മാവേ 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 കൃപ നീ നൽകണമേ. പരിശുദ്ധാത്മാവേ 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 വിടുതൽ നൽകണമേ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ 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 ശാന്തിയേകണമേ. പരിശുദ്ധാത്മാവേ 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 ശാന്തിയേകണമേ. പരിശുദ്ധാത്മാവേ 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 ജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തമായി പരിശുദ്ധാത്മാവേ ജീവൻ പകരണമേ. സ്തോത്രം. പരിശുദ്ധാത്മാവേ 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 അഗ്നി അയക്കണമേ. ഗ്ലോറി. പരിശുദ്ധാത്മാവേ 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 ദാഹത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തിയോടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പാടാമോ? പാതുറന്ന് പാടാമോ? ആഗ്രഹത്തോടെ പാടി പാടി ആരാധിക്കാം. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയേ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയേ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ ഓ സ്നേഹം പാവനാത്മാവേ ഓ പാവനാത്മാവേ പറന്നിറങ്ങി നിൻ വിശുദ്ധി എന്നേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എന്നേഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗക്കാനലേ നാവിലെന്നെ തോടണേ. ഓ സ്വർഗക്കനലേ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗക്കാനലേ നാവിലെന്നെ തോടണേ. ഓ സ്വർഗക്കനലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം ഭൂവിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം ഭൂവിലെങ്ങും ഓ പാവനാത്മാവേ ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എന്നേഹത്തിൽ കരങ്ങൾ ഉയർത്തി അടിക്കാമോ? നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ നിൻ വിശുദ്ധി എന്നേഹത്തിൽ ഇന്നു നീ പാടി പാടി ആരാധിക്കാം. ഹാലേലൂയാത്മാവേ പറന്നിറങ്ങി പറയട്ടെ. വിശുദ്ധി കണ്ണുകളടച്ച് ആഗ്രഹത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാധനത്തോടെ പാടി പാടി ആരാധിക്കാം. കരങ്ങൾ വീശി കരങ്ങൾ വീശി പരിശുദ്ധാത്മ നിറയട്ടെ. കുടുംബങ്ങളിൽ നിറയട്ടെ. ആത്മാവ് ഏറ്റെടുക്കട്ടെ. തുറന്ന് പാടാമോ? ആത്മാവിൽ ആരാധിക്കാം.
ഇരുകരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കാം. പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അന്ധകാര സാന്നിധ്യങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. സമയം കൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തുതിക്കാമോ? ഈ ആലയം മുഴുവൻ ദൈവാത്മാവിന്റെ ഭവനങ്ങളിലേക്ക് ഈ ശുശ്രൂഷ ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സ്വീകരിക്കുവാൻ എന്നെ ഒരുക്കണമേ. ആത്മാവെല്ലാം ഏറ്റെടുക്കട്ടെ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തുതിക്കാമോ? സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നമുക്കിരിക്കാം.